ഈശോയിൽ സ്നേഹമുള്ള സഹോദരീ സഹോദരന്മാരെ, പെസഹാക്കാലത്തിലെ അവസാനത്തെ ഞായറാഴ്ചയിലേക്ക് നാം കടക്കുകയാണ്. മാർക്കോസിൻ്റെ സുവിശേഷം ഏറ്റവും അവസാന ഭാഗം 16-ാം അധ്യായം 15 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാളാണ്. കഴിഞ്ഞ മാസം വരാപ്പുഴ അതിരൂപതയിലെ വൈപ്പിൻ ഫൊറേനയിലുള്ള വൈദികരെ ധ്യാനിപ്പിച്ചു. പ്രിൻസ് എന്ന് പറയുന്ന ഒരു 5 വർഷം മാത്രം പ്രായമായൊരു വൈദികൻ, ചെറുപ്പക്കാരൻ അച്ഛനാണ്. ആ അച്ഛൻ ചോദിച്ച ചോദ്യം, വാട്ട് ഈസ് അവർ ബിഗ്ഗസ്റ്റ് ഡ്രീം ഇൻ ലൈഫ്? നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താണ്? ചോദ്യം തന്നെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, പരമമായ ലക്ഷ്യം എന്താണ്? ഏറ്റവും വലിയ സ്വപ്നം. അപ്പോൾ പലരും പല രീതിയിൽ നല്ലൊരു വൈദികനായിട്ട് ജീവിക്കുക. ഞാൻ പറഞ്ഞത് ഉള്ളതുകൊണ്ട് സന്തോഷമായിട്ട് ജീവിക്കുക. വേറെ ചില അച്ഛന്മാർ പറഞ്ഞ് ആരെ ഉപദ്രവിക്കാതെ ജീവിച്ചു പോവുക. അതിൽ പ്രായമേറിയ 2 വൈദികർ പറഞ്ഞു, ഞങ്ങളുടെ ഫൊറാന വിചാരിച്ചും മറ്റൊരു വികാരിച്ചനും, അതായത് ബിഗ്ഗസ്റ്റ് ഡ്രീം ഇൻ ലൈഫ് അത് തമ്പുരാനിൽ എത്തിച്ചേരുക. മറ്റേ അച്ഛൻ പറഞ്ഞു സ്വർഗത്തിൽ പോവുക. ഈ തീമാണ് ആ കൊച്ചച്ഛൻ അന്ന് എടുത്ത് ഞങ്ങളോട് ഷെയർ ചെയ്തത്. സ്വർഗത്തിൽ എത്തിച്ചേരാനുള്ള വഴികൾ, നമ്മുടെ പരമമായ ലക്ഷ്യം സ്വർഗത്തിൽ എത്തിച്ചേരുക എന്നാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ ദിനവും സഭ തൻ്റെ മക്കളോട് പറയുന്നത്, മകനെ മകളെ, നിനക്കെങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരാം? നിൻ്റെ പരമമായ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം സ്വർഗമാണ്. ഞാനിന്ന് പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു സ്വർഗാരോഹണ ജീവിതത്തിൽ, സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഈ ജീവിതയാത്രയിൽ നമ്മുടെ കർത്താവിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി ഒരു 7 അടയാളങ്ങൾ നമുക്ക് കാണാനാകും. കർത്താവിൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുമ്പോൾ, 1, ദ സൈൻ ഓഫ് മേഞ്ചർ, പുൽക്കൂടിൻ്റെ അടയാളം, പുൽത്തൊട്ടിയുടെ അടയാളം. 2, ദ സൈൻ ഓഫ് കാർപ്പൻറ്റേഴ്സ് ഷോപ്പ്, മരപ്പണിശാലയുടെ അടയാളം. 3, ദ സൈൻ ഓഫ് ഡെസേർട്ട്, മരുഭൂമിയുടെ അടയാളം. 4, ദ സൈൻ ഓഫ് ജോർദാൻ, ജോർദാൻ നദിയുടെ അടയാളം. 5, ദ സൈൻ ഓഫ് സിനഗോഗ്, സൈനഗോഗിൻ്റെ പ്രാർത്ഥനാലയത്തിൻ്റെ അടയാളം. 6, ദ സൈൻ ഓഫ് ദി ക്രോസ്, കുരിശിൻ്റെ അടയാളം. 7, ദ സൈൻ ഓഫ് ഓപ്പൺ സെപ്പുൾക്കർ, തുറന്ന കുഴിമാടത്തിൻ്റെ അടയാളം, ഉദ്ധാനത്തിൻ്റെ അടയാളം. ഈ 7 നവീകരണ അടയാളങ്ങൾ സ്വർഗാരോഹണ ജീവിതത്തിലുണ്ടാകുന്ന 7 നമുക്ക് കാണാനാവുന്ന, സ്വർഗത്തെ ലക്ഷ്യമാക്കി സഞ്ചരിക്കുന്ന ഒരു ക്രൈസ്തവൻ്റെ ജീവിതത്തിലെ 7 അടയാളങ്ങൾ. എന്താണ് ദ സൈൻ ഓഫ് മേജർ? പുൽക്കൂടിൻ്റെ അടയാളം നിസാരമല്ല. അത് പുൽക്കൂട് ഭയങ്കര വിപ്ലവമാണ്. ഈ ലോകം മുഴുവൻ സ്വന്തമായവൻ പറയാണ്, ഈ ലോകത്തിൽ മുഴുവൻ സ്വന്തമായവൻ, സർവ്വ ഐശ്വര്യങ്ങളും ആർഭാടങ്ങളുമൊക്കെ സ്വന്തമായവൻ സൃഷ്ടിച്ചവൻ പറയണം, എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുൽക്കൂട്ടിലേക്ക് ഒതുങ്ങുക. ചില ആളുകളുണ്ട്, സഭയിലായാലും സമൂഹത്തിലായാലും വായെടുത്തു കഴിഞ്ഞാൽ ആത്മീയത പറയുള്ളൂ. പക്ഷേ ഇരിക്കുന്നിടം ഒന്ന് മാറി മറ്റൊരാൾക്ക് കൊടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണല്ലേ. ഇതാണ് പുൽക്കൂട് വിപ്ലവമാണെന്ന് ഞാൻ പറഞ്ഞത്. എല്ലാം സ്വന്തമായവൻ, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുൽക്കൂട്ടിലേക്ക് ഒതുങ്ങുന്ന കർത്താവ്. ഇത്ര വിപ്ലവാത്മകമായ ഒരു ശൂന്യവൽക്കരണമാണ് കർത്താവ് ഇതിലൂടെ നമ്മൾ പ്രകടിപ്പിക്കുന്നത്. ചില ആളുകൾ വിചാരിക്കുന്നത് എനിക്ക് ശേഷം പ്രളയമെന്നാണ്. പ്രിയമുള്ളവരെ, ദാർശനികനായ ജിദ്ദു കൃഷ്ണമൂർത്തി പറഞ്ഞിരിക്കുന്നത്, ഹാപ്പി ഈസ് ദ മാൻ ഹൂ ഈസ് നത്തിങ്. എന്നു നാം ജീവിതത്തിൽ ഞാനൊന്നുമല്ല എന്ന ഒരനുഭവത്തിലേക്ക്, എന്ന ഒരു മനോഭാവത്തിലേക്ക് എന്ന് കടന്നു വരുന്നോ അന്നേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ഈ കഷ്ടപ്പെട്ട് ഇതെല്ലാം ഇടിച്ചു പൊളിച്ച് അർഹതയില്ലാത്തതും അർഹതയുള്ളതൊക്കെ വലിച്ചു വാരി കയറ്റിയിട്ട് അവസാനം അസ്വസ്ഥരായി ഈ ലോകത്തിൽ നിന്ന് പോകുന്ന എത്രയേറെ മനുഷ്യർ. അപ്പോൾ ക്രിസ്തു പുൽക്കൂട്ടിൽ പിറന്നത് വഴി എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും പറയുന്നത്, വിപ്ലവാത്മകമായ യേശുവിന് എനിക്കൊന്നും വേണ്ട എന്ന് പറയാനുള്ള ഒരു ആത്മീയ കരുത്ത് നമുക്കുണ്ടോ? സ്വർഗം ലക്ഷ്യമാക്കി ചരിക്കുന്ന ക്രൈസ്തവന് അവൻ്റെ ജീവിതത്തിൽ കാണാനാവുന്ന രണ്ടാമത്തെ പ്രലോഭനം, ദ സൈൻ ഓഫ് കാർപ്പൻറ്റേഴ്സ് ഷോപ്പ്, മരപ്പണിശാലയുടെ അടയാളം.
മരപ്പണിശാലയുടെ അടയാളം എന്താണ്? പല ട്രഡീഷൻസ് ഉണ്ടെങ്കിലും വിശുദ്ധ ഔസേപ്പിതാവ് എന്ന ഒരു മരപ്പണിക്കാരൻ്റെ ജൂനിയറായിരുന്നു കർത്താവ് ഒരുപാട് കാലത്തേക്ക് ആ മരപ്പണിശാലയിൽ. കർത്താവിൻ്റെ സ്വരൂപം തന്നെ കാണിക്കുന്നത് എങ്ങനെയാണ്? വെൽ ബിൽറ്റായിട്ട്, അതായത് അധ്വാനം. ഇത് വലിയൊരു അടയാളം, അധ്വാനിക്കാനുള്ള മനസ്സ്. ചില ആളുകളെ എന്തെങ്കിലും ഉത്തരവാദിത്വം എന്ന് പറയാം. ചില ആളുകളെ എന്തെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചെയ്തതിന് തുല്യമാണ്. ചില ആളുകളെ എന്തെങ്കിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് കുത്തുവാളെടുക്കുന്നതിന് തുല്യമാണ്. ജീവിതത്തിൽ ഇന്നേ വരെ ഏൽപ്പിച്ച കർത്തവ്യങ്ങൾ ഒന്നും ചെയ്യാതെ ഒരു ഈസി മട്ടിൽ പോകുന്ന ഒരു ശൈലി ആത്മീയ ജീവിതത്തിന്, സ്വർഗാരോഹണ ജീവിതത്തിന് പറ്റിയതല്ല. അത് അധ്വാനിക്കാൻ, മാനസികമായാലും ബൗദ്ധികമായാലും കായികമായാലും അധ്വാനിക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ അപ്പം ഭക്ഷിക്കുക എന്ന് പറഞ്ഞത് വെറുതെ അല്ല കർത്താവ്. അപ്പം മരപ്പണിശാലയുടെ അടയാളം നമ്മുടെ ജീവിതത്തിലുണ്ടോ? മൂന്നാമത്തെ അടയാളം ദ സൈൻ ഓഫ് ഡെസേർട്ട്, മരുഭൂമിയുടെ അടയാളം. നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന സ്വർഗാരോഹണ ജീവിതത്തിൽ ഇതുറപ്പാണ്. മരുഭൂമിയുടെ അനുഭവം, ആരുമില്ലാത്ത അനുഭവം, ഒറ്റപ്പെടുന്ന അനുഭവം, പരീക്ഷണങ്ങളുടെ പ്രലോഭനങ്ങളുടെ കാലഘട്ടം. കർത്താവിന് 3 പ്രലോഭനങ്ങളാണല്ലോ. ഒന്നാമത്തെ പ്രലോഭനം കല്ലുകളെ അപ്പമാക്കി, അതായത് പണിയെടുക്കാണ്ട് ജീവിക്കാൻ എന്തെങ്കിലും ജിമ്മിക്കുക കാണിച്ച് മന്ത്രമൊക്കെ ചൊല്ലി കല്ലുകളെ അപ്പമാക്കി. ഒരു ദിവസം രാവിലെ പൊങ്ങപ്പം, വട്ടയപ്പം, നൂലപ്പം, പാലപ്പം, ഇങ്ങനെ പലവിധ അപ്പങ്ങളും, ഇപ്പോൾ ഇറച്ചിയും പൊറോട്ട അല്ലെങ്കിൽ കൂന്തല, ചിക്കൻ ബർഗർ, ഇങ്ങനെ പല സാധനങ്ങളൊക്കെ ഉണ്ടാക്കി പണിയെടുക്കാണ്ട് കഴിയാനുള്ള, അധ്വാനിക്കാണ്ട് ജീവിക്കാനുള്ള പ്രലോഭനങ്ങൾ. ആത്മീയ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങളുണ്ട്. വേണമെങ്കിൽ അങ്ങനെയും ജീവിക്കുന്നവരുണ്ടല്ലേ. അത് വലിയൊരു പ്രലോഭനമാണ്. പണിയെടുത്ത് വേണം ജീവിക്കാനായിട്ട്. കർത്താവിന് വന്ന അടുത്ത പ്രലോഭനം എന്താണ്? കുറച്ച് പേരുണ്ടാക്കുക, ബുദ്ധിമുട്ടൊന്നുമില്ലാണ്ട്. ഗോപുരത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി കൈയും കാലും ഒടിഞ്ഞില്ലെങ്കിൽ അത് ഉടനെ പേരുണ്ടാക്കുക, ചുളിവിൽ പേരുണ്ടാക്കുക. ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലേ. മൂന്നാമത്തെ പ്രലോഭനം എന്ന് പറഞ്ഞാൽ അധികാരം, കസേര സ്വന്തമാക്കാനായിട്ട് ഏത് ചെറുത്താനോടും കൂട്ടുകൂടുക. കോംപ്രമൈസ്, ഡിപ്ലോമാറ്റിക്, ഇതെല്ലാം പ്രലോഭനമാണ്. മരുഭൂമിയുടെ അടയാളം ദ സൈൻ ഓഫ് ഡെസേർട്ട്. ഉണ്ടാകണം, അതിനെല്ലാം തൃണവൽഗണിക്കണം. നാലാമത്തെ പ്രലോഭനം ദ സൈൻ ഓഫ് ജോർദാൻ. ജോർദാൻ നദിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ എന്താ? കർത്താവിൻ്റെ ജ്ഞാനസ്നാനം ഉണ്ടായ സ്ഥലം, ത്രിയേക ദൈവത്തിൻ്റെ ഒരു വെളിപാടിൻ്റെ സ്ഥലം, ത്രിത്വൈക ദൈവത്തിൻ്റെ വെളിപാടിൻ്റെ സ്ഥലം. പരിശുദ്ധാത്മാവായ ദൈവം യേശുവിലേക്ക്, പുത്രനായ ദൈവത്തിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സമയം. ഇതുപോലുള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, ആത്മാവിൻ്റെ നിമന്ത്രണങ്ങളെ തിരിച്ചറിയാൻ നമുക്കാവണം. എന്താണ് ആത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ? പരിശുദ്ധാത്മാവിൻ്റെ നിമന്ത്രണങ്ങൾ. അത് ആത്മാവെന്ന വാക്ക് തന്നെ റൂഹ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാറ്റ്, ജീവൻ, ശ്വാസം, വായു എന്നൊക്കെയാണ് അർത്ഥം. എന്താണ് അതിൽ? ഉറഞ്ഞു പൊന്തുന്ന പൂഴി, ഇളകിയാടുന്ന തളിരിലകൾ, നൃത്തം വയ്ക്കുന്ന പൂക്കൾ, കടപുഴകി ഇളകി വീഴുന്ന വൻമരം. ഇതൊക്കെ കാറ്റിൻ്റെ സാന്നിധ്യം. ചുരുക്കം പറഞ്ഞാൽ കാറ്റുള്ളിടത്ത് ചലനമുണ്ടാകുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞവരുള്ളിടത്ത് കുടുംബത്തിലാകട്ടെ, ഇടവകയിലാകട്ടെ, സമൂഹത്തിലാകട്ടെ ആത്മീയതയുടെ, മാനസാന്തരത്തിൻ്റെ ചലനങ്ങളുണ്ടാകും. ആ കാറ്റിന് നിറമുണ്ടോ? മണമുണ്ടോ? കൊച്ചിൻ കോർപ്പറേഷൻ വഴി വരുന്ന കാറ്റിന് കൊച്ചിൻ കോർപ്പറേഷൻ്റെ മണമുണ്ടാകും. നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ലേ, കൊച്ചി എത്തിയെന്നും പറഞ്ഞു. പൂന്തോട്ടത്തിനുള്ളിൽ വരുന്ന കാറ്റിന് പൂക്കളുടെ മണം ഉണ്ടാകും. അപ്പോൾ കാറ്റിന് സ്വന്തമായ മണമോ രുചിയോ ബാനറുകളോ, ചില ആളുകളുണ്ട് ബാനറുകൾക്ക് പുറകെ നടക്കുന്നത്. ബാനറാണ് വേണ്ടത്. ആത്മാവിൽ നിറഞ്ഞവർക്ക് ഇതൊന്നും ഉണ്ടാവില്ല. അവരുള്ളിടത്ത് ചലനമുണ്ടാകും. അപ്പം ആത്മാവിൻ്റെ ഈ ഇടപെടൽ, ഈ ജോർദാൻ അനുഭവം, അതൊരു വ്യക്തിയിലൂടെയാകും ഉണ്ടാകുന്നു. ദുരന്തത്തിലൂടെയാകും, ചിലപ്പോൾ ഒരു രോഗത്തിലൂടെയാകാം, ഒരു കൂട്ടുകാരിയിലൂടെ, ഒരു ധ്യാന സംരംഭത്തിലൂടെ, ഒരു ബുക്കിലൂടെ, ഒരു വീഡിയോ സന്ദേശത്തിലൂടെ ഒക്കെ ഉണ്ടാകും. അത് തിരിച്ചറിയാൻ നമുക്ക് കാണും. അത് ജോർദാൻ അടയാളമാണ്. ഇനി സ്വർഗാരോഹണ ജീവിതത്തിൽ കടന്നു വരുന്ന 5ാമത്തെ അടയാളം
ദ സൈൻ ഓഫ് സിനഗോഗ്. സിനഗോഗ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ജെറൂസലേം ദേവാലയം പൊളിക്കപ്പെട്ട സമയത്ത് യഹൂദജനത്തിന് ഒന്നിച്ചുകൂടി പ്രാർത്ഥിക്കാനുള്ള ഒരു താൽക്കാലിക ആലയമാണ് സിനഗോഗുകൾ. നമ്മുടെ കൊച്ചിയിലുമുണ്ട്. ഈ സിനഗോഗിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കൗദാശിക ജീവിതം, സാക്രമെൻ്റൽ ലൈഫ്, സഭാത്മകമായ ജീവിതം. ചില ആളുകൾ ചിന്തിക്കും, നമ്മൾ ഓർക്കുക, സ്വർഗത്തിൻ്റെ ഒരു പ്രതീതി ഒരു വികാരിയച്ഛനും ഇടവകജനവും ഒന്നിച്ച് ഒരു ഇടവകയിൽ ബലിയർപ്പിക്കുന്നു. മീസ പ്രോ പോപ്പുളി എന്ന് പറയും, മാസ് ഫോർ ദ പീപ്പിൾ. ആ സ്വർഗീയമായ അനുഭവം, ആ ഒന്നിച്ചുള്ള ഇടവക ദേവാലയത്തിൽ വചനം പങ്കുവയ്ക്കലും ഒന്നിച്ച് ഗാനങ്ങൾ ആലപിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന ആ ഞായറാഴ്ച കുർബാനാനുഭവം, അവിടെയാണ് നമ്മൾ ഒന്നായിത്തീരുന്നത്. അത് ആ ഇടവക ദേവാലയത്തിൽ ഇടവകയാവുന്ന ആ തായ്തണ്ടോട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ജീവൻ ഉണ്ടായിരിക്കുന്നത്. ചില ആളുകൾ ഞാൻ ഇടവകയ്ക്ക് അതീതനാണ്, സഭയ്ക്ക് അതീതനാണ്, അത്രയേറെ കഴിവുകളുണ്ട്, ഞാൻ അത്രയേറെ ആരാധകരുള്ള ആളാണ്, മറ്റതാണ് മറിച്ചതാണ്, ആനയാണ് കൂനയാണ്, അപ്പോൾ അതുകൊണ്ട് ഇടവകയിൽ നിന്ന് എനിക്കൊന്നുമല്ല എന്ന് പറയുമ്പോൾ കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ പറഞ്ഞില്ലേ, തായ്തണ്ടോട് ചേർന്ന് നിൽക്കുന്ന ശാഖകൾക്ക് ജീവനുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതെല്ലാം വെട്ടിയെറിയപ്പെടും. ജീവനുണ്ടാവണമെങ്കിൽ തായ്തണ്ട് ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് സഭ. ഞായറാഴ്ച കുർബാന, ഇടവക ജനസമൂഹം അതിലൊന്നായി തീരുക, എത്ര മനോഹരമായ അനുഭവമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അതുണ്ട് ഇതുണ്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് മലപ്പുറം കത്തിയണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇടവക സമൂഹത്തോട് എളിമയോടുകൂടെ ഒന്നായി ചേർന്ന് നിൽക്കുക. അവിടെ ചില വെട്ടിയൊരുക്കുകളെല്ലാം നടത്തും, അതെല്ലാം ദൈവത്തിൻ്റെ തിരുമനസ്സാണ്. അത് സമൂഹമായി ഒന്നിച്ച് പോകേണ്ടി വരുമ്പോൾ അതൊക്കെ ഉണ്ടാകും. ദ സൈൻ ഓഫ് സിനഗോഗ്, സാക്രമെൻ്റൽ ലൈഫ്, കൗദാശിക ജീവിതം, സഭാത്മകമായ ജീവിതം, സഭയോടൊത്തുള്ള ജീവിതം. വരാപ്പുഴ അതിരൂപത എന്ന് പറയുന്ന ഈ അതിരൂപത കേരളം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന എല്ലാ ക്രൈസ്തവ സഭകളുടെയും തറവാട്ടമ്മയാണ്. ആ അമ്മയോട് ചേർന്നായിരിക്കാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക. അതാണ് നമ്മുടെ വിളി. അതിൽ നാം അഭിമാനം കൊള്ളുക ആ തറവാട്ടിനെ കുറിച്ച്. വീണ്ടും സ്വർഗാരോഹണ ജീവിതത്തിലെ 7ാമത്തെ അടയാളം, അത് നമ്മുടെ കുരിശിൻ്റെ അടയാളം, ദ സൈൻ ഓഫ് ദ ക്രോസ്. 6ാമത്തെ അടയാളം, സൈൻ ഓഫ് ദ ക്രോസ്. 6ാമത്തെ അടയാളം എന്താണ് കുരിശിൻ്റെ അടയാളം എന്ന് പറഞ്ഞാൽ, എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ പരിത്യജിച്ച് തൻ്റെ അനുദിന കുരിശുകളോട് തന്നെ അനുഗമിക്കുക. അപ്പോൾ സ്വർഗാരോഹണ ജീവിതത്തിൽ നന്നായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ കുരിശുണ്ടാകും. അത് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ വരും. അത് ചില കുരിശുകൾ നമ്മൾ തന്നെ താങ്ങാതെ നിവൃത്തിയില്ല. നമ്മളുടെ എല്ലാവരുടെയും ആഗ്രഹം കുരിശൊന്നും ഇല്ലാണ്ട് സന്തോഷമായിട്ട് അങ്ങോട്ട് ജീവിക്കണം. മനുഷ്യൻ്റെ പ്രകൃതം അപ്രകാരമാണ്. പക്ഷെ കർത്താവ് പറയുന്നത്, നിനക്ക് കുറച്ച് കുരിശുകൾ കൂടി ഞാൻ തരും. ആ കുരിശ് ചുമന്ന് നീ തമ്പുരാൻ തരുന്നതെന്തോ അതെല്ലാം 2 കൈ നീട്ടി സ്വീകരിക്കാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും. പീരികൾക്കുള്ളതല്ല ക്രിസ്തുവിൻ്റെ ശിഷ്യത്വം. അതുകൊണ്ട് തന്നെ നിൻ്റെ കുരിശുകളും എടുത്ത് കർത്താവിനോട് ഒരിക്കൽ ഒരു മനുഷ്യൻ ചോദിച്ചു, കർത്താവ് നീ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നു? ഈശോ പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, ഞാൻ നിന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കുരിശിലേക്ക് തല ചായ്ച്ച് അവിടെ നിന്ന് മരിച്ചു. സ്നേഹത്തിൻ്റെ മൂർധന്യതയാണ് മരണം വരെ നാം സ്നേഹിക്കണം. ഈ കുരിശ് സ്നേഹത്തിൻ്റെ സിംഹാസനമാണ്. ഈ കുരിശ് വലിയൊരടയാളമാണ്. കുരിശുകൾ ഉണ്ടാകട്ടെ, അതിൽ നിന്ന് ഒളിച്ചോടലല്ല, അതിനെ എടുത്തുകൊണ്ട് സന്തോഷത്തോടെ കർത്താവിനെ അനുഗമിക്കുക. വീണ്ടും അവസാനത്തേതും 7ാമത്തേതുമായ അടയാളം ഞാൻ, ദ സൈൻ ഓഫ് ഓപ്പൺ സെപ്പുൾച്ചർ, തുറന്ന കുഴിമാടത്തിൻ്റെ അടയാളം. എന്താണത്? പുനരുത്ഥാനത്തിൻ്റെ അടയാളമാണ്, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ അടയാളമാണ്. എന്താണ് പുനരുത്ഥാനം നൽകുന്നത്? സന്ദേശം. അത് സമാധാനത്തിൻ്റെ സന്ദേശമാണ്. സമാധാനം നിങ്ങളോടുകൂടി എന്ന് പറഞ്ഞിട്ട് ശരിക്കും പുനരുത്ഥാനം ഞാൻ ശരിയായിട്ടൊരു സന്ദേശം നമുക്ക് ഉയർപ്പ് നൽകുന്ന സന്ദേശം. ഓപ്പൺ സെപ്പുൾച്ചർ പുനരുത്ഥാനത്തിൻ്റെ അടയാളമാണ്. അതായത് പ്രസാദാത്മകമായൊരു ജീവിതത്തെ സുന്ദരമായി കാണുക. എൻ്റെ ജീവിതം ഒരു നരകമാണ്, ഒരു ജയിലാണ്, ഈ ലോകം ഒരു ജയിലാണ്, അങ്ങനെയുള്ള ഫിലോസഫീസൊക്കെ ഉണ്ടല്ലോ. ജീവിതത്തെ പ്രസാദാത്മകമായി കാണാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകണം.
പുഞ്ചിരിക്കുന്നൊരു മുഖമായിരിക്കട്ടെ എപ്പോഴും. എൻ്റെ മുഖത്തെക്കുറിച്ച് ഇടവക്കാർ പറയുന്നത് ഇടിവെട്ട് മുഖമാണെന്നാണ് പറയുന്നത്. അടുത്ത് കഴിയുമ്പോൾ പറയാം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള റഫാൻ ലുക്കായിരിക്കും, പക്ഷേ എപ്പോഴും പ്രസാദാത്മകമായൊരു മുഖം, ഒരു പുഞ്ചിരി, ഒരു സ്നേഹത്തോടുള്ള ഒരു ഇടപഴകൽ, ഇതിനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് മസിൽ പിടിപ്പിച്ച് നടന്നിട്ട് ഒരു കാര്യമില്ല. ചില ആളുകളുടെ നടപ്പ് കണ്ടു കഴിഞ്ഞാൽ കെട്ടുമട്ടും പ്രത്യേക സ്ഥാനങ്ങളൊക്കെ കിട്ടി കഴിയുമ്പോൾ മുഖം വീർപ്പിച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് വലിയൊരു എന്തിനാ ഈ മുഖം വീർപ്പിച്ച് പിടിച്ച് ഇല്ലാത്ത കോംപ്ലക്സുകളൊക്കെ കാണിച്ച് ഇല്ലാത്ത മീശ പിരിച്ച് ജീവിക്കേണ്ട കാര്യങ്ങൾ. ഒരേ ഒരു ജീവിതമേ തമ്പുരാൻ നമുക്ക് നൽകിയിട്ട് മറ്റുള്ളവരോട് പുഞ്ചിരിക്കാനും നമ്മുടെ സ്നേഹമസൃണമായ ഒരു സന്ദേശം, ഒരു സൗഹൃദം ചോദിക്കൽ ഒക്കെ പരിശുദ്ധ പാപ്പ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിച്ചേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ തന്നെ ക്രിസ്തുവിൻ്റെ പുഞ്ചിരിയാണ്. അതുകൊണ്ട് തന്നെ ലോകത്തിലുള്ള ഒരുപാട് മനുഷ്യർക്ക് സന്തോഷവും സമാധാനവും, നമ്മുടെ ഏറ്റവും വലിയ തലവനാണ് പോപ്പ് ഈ ലോകത്തിൽ. അപ്പോൾ അതുപോലെ നമുക്ക് നടക്കാൻ പാടില്ലേ? വളരെ ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് സന്തോഷമായിട്ട് മറ്റുള്ളവർ പങ്കുവെച്ച്, കുറവുകളും കുറ്റങ്ങളൊക്കെ എല്ലാവർക്കും ഉണ്ടാകാം. പരസ്പരം മനസ്സിലാക്കി ക്ഷമിച്ച് പൊരുത്തപ്പെട്ട് അങ്ങനെ പോയി നമ്മുടെ ജീവിതത്തിന് സന്തോഷം. ഞാൻ പറഞ്ഞു വന്നത് ഏഴാമത്തെ ഇടയാണ് ദി സൈൻ ഓഫ് ഓപ്പൺ സെപ്പുൾച്ചർ. പ്രസാദാത്മകമായ ജീവിതത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട്. ജീവിതം സുന്ദരമാണ്. കുറവുകളുണ്ടാകാം, ഇല്ലായ്മകളുണ്ടാകാം, നൊമ്പരങ്ങളുണ്ടാകാം, പക്ഷേ ദൈവം ജീവിതം സുന്ദരമാക്കി. അപ്പോൾ ജീവിതം ആഘോഷിക്കണം, ജീവിതം ആസ്വദിക്കണം, ജീവിതം നല്ലതായിട്ട് ജീവിച്ചു തീർക്കണം. ദൈവത്തെ സ്തുതിക്കാനുള്ളതാണ്. അത് നമുക്ക് മസൽ പിടിച്ച് ജീവിതം നായനാക്കിയതുപോലെ ആക്കാനുള്ളതല്ല പ്രിയമുള്ളവർ. പുഞ്ചിരിക്കുക. ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് ജീവിതത്തിൻ്റെ സംഗീതം നമ്മൾ നുകരണം. ജീവിതത്തിനൊരു സംഗീതമുണ്ട്. ജീവിതം ഒരു സംഗീതമാണ്. ശാസ്ത്രീയമായ കണ്ടുപിടുത്തം പശുവിൻ്റെ എന്ന് പറഞ്ഞുള്ള എൻ്റെ തൊണ്ട ശരിയല്ല, അതിൽ തന്നെ 11 സ്വരാക്ഷരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരുപാട് ഈ പ്രകൃതി മുഴുവനും ഈ ലോകം മുഴുവനും സംഗീതാത്മകമാണ്. അത് കണ്ടെത്താനുള്ള മനസ്സ് നമുക്കുണ്ടാണ്, ഒരു പോസിറ്റീവായ ടച്ച്. അതാണ് പുനരുദ്ധാനം നമുക്ക് നൽകുന്നത്. നമ്മുടെ ഗുരുക്കന്മാരും വിശുദ്ധരും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്, സഭാപിതാക്കന്മാരൊക്കെ പഠിപ്പിക്കുന്നത് ഈ സുന്ദരാത്മകമായ വശമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് സ്വർഗാരോഹണ ജീവിതത്തിൻ്റെ 7 അടയാളങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ആവർത്തിക്കുകയാണ്. ദ സൈൻ ഓഫ് നേച്ചർ, the sign of carpenter's shop, the sign of desert, the sign of Jordan, the sign of synagogue, the sign of the cross, the sign of open sepulchre. നല്ലൊരു ഞായറാഴ്ച നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.